നാളുകളായി തകർന്നു കിടക്കുന്ന മൂന്നാർ GH റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കുഴിയടക്കൽ സമരവുമായി കോൺഗ്രസ് മൂന്നാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വേറിട്ട സമരം നടന്നത്. സമരം മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. മൂന്നാർ ടൗണിൽ നിന്നും ടാറ്റ ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് ഏറെ നാളുകളായി തകർന്നു കിടക്കുകയാണ്. കുണ്ടും കുഴിയുമായി കിടക്കുന്ന ഈ റോഡിലൂടെയാണ് ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളുടെയും രോഗികളുടെയും എല്ലാം യാത്ര. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് പറഞ്ഞ് മടുത്തതോടെയാണ് വിഷയത്തിൽ വേറിട്ട സമരവുമായി കോൺഗ്രസ് രംഗത്ത് വന്നത്. റോഡിലെ കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് അടച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മുൻ MLA AK മണി സമരം ഉദ്ഘാടനം ചെയ്തു. நாங்கள் சம்பந்தப்பட்ட அதிகாரிகள்கிட்ட முழுவதும் சொல்லியாச்சு. ബ്ലോക്ക് പഞ്ചായത്തിൽ ഫണ്ട് വെച്ചും கூட அந்த ஃபண்டை நடப்பிலாக்க முடியாதுன்னு சொல்லி சர்க்கார் உத்தியோகஸ்தர் சொல்லிட்டு இருக்கிறாங்க. 6 மாதம் ஆச்சு இதுக்கு ബ്ലോക്ക് பஞ்சாயத்தில் ஃபண்டு வச்சு அது நடத்தக்கூடாது என்று சொல்லிக்கொண்டு இந்த ബ്ലോക്ക് பஞ்சாயத்து இந்த கவர்மெண்ட்டும் செய்து கொண்டிருக்கின்ற காரணத்தினால எங்களுக்கு வேறு வழி தெரியல. அதனால தான் இதை നമ്മളെ വേണ്ടത് ചെയ്ത് இந்த ரோடை செம்மையாக்குவதற்காக வேண்டிதான் காங்கிரஸ் தலைமையில் ஜென்சன் தலைமையில் இந்த மிகப்பெரியான போராட்டம் நன்மையும் இது போராட்டம் இல்லை ஒரு நன்மை செய்வதற்காக வேண்டி இந்த சேவையை செய்கிறோம். இது கூடி இருக்கக்கூடிய உதவி செஞ்சிருக்கிற എല്ലാവർക്കും வாழ்த்துக்கள் கூறி இதை தொடங்கி வைப்பதாக அறிவிக்கப்பட வேண்டியது. വിനോദസഞ്ചാരികളും നാട്ടുകാരുമെല്ലാം ഒരേപോലെ ആശ്രയിക്കുന്ന ആശുപത്രിയിലേക്കുള്ള റോഡാണ് കാലങ്ങളായി തകർന്നു കിടക്കുന്നത്. റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മുമ്പും സമരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും നടപടിയുണ്ടായില്ല. തകർന്നു കിടക്കുന്ന റോഡ് ഉടൻ പുനർനിർമ്മിക്കണമെന്നും അല്ലാത്തപക്ഷം സമരം ശക്തമാക്കുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് C. നെൽസൺ പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി G. മുനിയാണ്ടി, INTUC റീജിയണൽ പ്രസിഡന്റ് D. കുമാർ, മൂന്നാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർഷ് പീറ്റർ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.